പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ആർട്ടറി ഫോർസെപ്സ് ആണ്. പ്രകൃതി ചികിത്സകനായ ഞാൻ എന്തിനാണ് ഇതും പിടിച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കൊന്ന് ശങ്ക തോന്നാം. പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇതുപയോഗിച്ചാണ് സന്ദീപ് ഡോക്ടർ വന്ദനയെ കുത്തി കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അവിശ്വസനീയമാണ്. രണ്ട് തരത്തിലാണ് അവിശ്വസനീയം. വളരെ പരിചയമുള്ള കൊലപാതകിയാണെങ്കിൽ, പരിശീലനമുള്ള കൊലയാളിയാണെങ്കിൽ ഇതുപയോഗിച്ച് ഹൃദയത്തിന് നേരെ മുറിവുണ്ടാക്കി, ശ്വാസകോശങ്ങൾക്കും മുറിവുണ്ടാക്കി, ഒരു പക്ഷേ മരണത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കും. പക്ഷെ അങ്ങനെ മാരകമായ മുറിവാണെങ്കിൽ 2-2.5 മണിക്കൂർ ഡോക്ടർ വന്ദന ജീവിച്ചിരിക്കുമായിരുന്നില്ല. വളരെ അവിശ്വസനീയമായത്, ഈ കുഞ്ഞു സാധനം കൊണ്ടുള്ള കുത്തുകളിൽ ഒരാശുപത്രിയിൽ വെച്ച്, അതും ഒരു ട്രോമ കെയർ യൂണിറ്റുള്ള കൊട്ടാരക്കരയിലെ റഫറൽ ആശുപത്രിയിൽ വെച്ച് നിരവധി ഡോക്ടർമാരുടെ നടുവിൽ വെച്ചാണ് ഇതുകൊണ്ട് സന്ദീപ് കുത്തുന്നത്. അത് വാതിലടച്ചിട്ടിട്ടാണ് ഓടിയതെന്നൊക്കെ ഓടുന്ന ആളുകൾ കുത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ കുത്തുന്നതിനെ പേടിച്ച് വിരണ്ടോടുന്നവർ അതിനിടയിൽ വാതിലടച്ചു എന്നൊക്കെ പറയുന്നത് തുടങ്ങി നിരവധി ദുരൂഹതകളുണ്ട്. ആണായിട്ടൊരുത്തൻ, പെണ്ണായിട്ടൊരുത്തി അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 10-15 പേരെങ്കിലും ആ പ്രദേശത്ത്, ആ ഭാഗത്തുള്ളപ്പോഴാണ് ഒരുത്തൻ ഈ വിളയാട്ടം നടത്തിയത്. അതെന്തുമാവട്ടെ, എന്ത് ചികിത്സയാണ് ഡോക്ടർ വന്ദനയ്ക്ക് കൊട്ടാരക്കരയിലെ ഡോക്ടർമാർ നൽകിയത്? അവിടെ ട്രീറ്റ്മെൻറ്റുകളൊന്നും നൽകാതെ വേറൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നോ, പിന്നെ 2.5 മണിക്കൂർ അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനിടയിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ വന്ദനയ്ക്ക് നിങ്ങൾ നൽകിയത്? ഏതെല്ലാം തരത്തിലുള്ള പരിക്കുകളാണ് ഡോക്ടർ നന്ദനയുടെ ശരീരത്തിൽ ഉണ്ടായത്? ഏതായാലും ഉടനടി മരണം വിളിച്ചു വരുത്തുന്ന മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുത്തേറ്റിട്ടും 2.5 മണിക്കൂർ വരെ ജീവിച്ചിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നത്. ഗുരുതരമല്ലാത്ത പരിക്കുകൾ മാത്രമാണ് പറ്റിയിരുന്നത് എന്ന് ഇതേവരെ പുറത്തു വന്ന ഞങ്ങളൊക്കെ അറിഞ്ഞ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അല്ലാത്ത വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം ഡോക്ടർമാരെ. ഏത് തരം ആംബുലൻസിലാണ് കൊണ്ടുപോയത്? ആ ആംബുലൻസിൽ ഇത്തരം ഒരു അവസ്ഥയിലുള്ള ഒരാളെ കൊണ്ടുപോകാനുള്ള പ്രാണരക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നോ? അതോ? ഏതായാലും കൊട്ടാരക്കരയിൽ സജ്ജീകരണങ്ങളുള്ള, പുതുതായി തുടങ്ങിയ സജ്ജീകരണങ്ങളുള്ള ഒരു ആശുപത്രിയിൽ നിസാരമായ ഭാഗങ്ങളിൽ കുത്തേറ്റ ഒരു ഡോക്ടർ, നിർഭാഗ്യവശാൽ അതൊരു പെൺകുട്ടിയായി പോയി. സെൻസേഷണലായിട്ട് വളരെ ആളുകളെ വികാരമായി ഇളക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായി പോയി എന്നുള്ളത് കൊണ്ടാണോ മരണമുണ്ടാക്കിയത്? മരണം ഉണ്ടായതാണോ? മരണം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ? ഇതുപോലൊരു സാധനം ഉപയോഗിച്ച് കുത്തിയാൽ പോലും ആളെ രക്ഷിക്കാൻ കഴിയില്ല. പ്രാണന് കരുത്തുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നാണോ ഡോക്ടർമാരെ നിങ്ങൾ പറയുന്നത്? അന്വേഷണം വേണം. ഈ കുത്തു നടന്നതിന് ശേഷം കൊട്ടാരക്കര ആശുപത്രിയിൽ നിന്നും IMA ഓഫീസിലേക്ക് വിളികൾ പോയിട്ടുണ്ടോ? ഇങ്ങനെയൊരു കുത്ത് നടന്നെങ്കിൽ നന്നായി, രക്ഷപ്പെടേണ്ട, രക്തസാക്ഷിയാവട്ടെ എന്ന നിർദ്ദേശമുണ്ടായോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് മെഡിക്കൽ കോളേജിൽ കയറ്റിയില്ല, അതാണ് ആദ്യം വരുന്നത്. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലുണ്ട്, അതാണ് രണ്ടാമത് വരുന്നത്. അതുമെല്ലാം കഴിഞ്ഞ് പിന്നെയും അകലേക്ക് മറ്റു പല ഹോസ്പിറ്റലുകളും ഉണ്ടായിട്ടും പിന്നെയും അകലേക്ക് കിംസ് വരെ കൊണ്ടുപോയത് എന്തിന്?
ഇങ്ങനെയൊരു അത്യാഹിത യാത്ര വരുന്നുണ്ട് എന്ന് കിംസിലെ ഡോക്ടർമാരെ അറിയിച്ചിരുന്നോ? രാവിലെ 7 മണിക്കും 8 മണിക്കും മുമ്പൊന്നും നല്ല ഡോക്ടർമാർ ആരും ആശുപത്രിയിൽ ഉണ്ടാവാറില്ല. വിദഗ്ധ ഡോക്ടർമാർ ആ സമയത്ത് വരാറില്ല. ഏതെല്ലാം ഡോക്ടർമാരെ വിളിച്ചറിയിച്ചു, അവരൊരുങ്ങി നിൽക്കുകയായിരുന്നോ? അവിടെ അവരെന്താണ് ചെയ്തത്? എങ്ങനെയാണ് ഈ നിസ്സാര സാധനം കൊണ്ടുള്ള കുത്തു കിട്ടിയ ഒരാൾ ഇത്രയേറെ വൈദ്യസന്നാഹങ്ങളുള്ള കേരളത്തിൽ, ലോകത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ആശുപത്രികളും ചികിത്സകരുമുള്ള കേരളത്തിൽ എങ്ങനെയാണ് 2-2.5 മണിക്കൂർ കഴിഞ്ഞൊരാൾ മരിക്കുന്നത്? എന്ത് ചികിത്സയാണ്, എന്ത് ജീവൻ രക്ഷാ സൗകര്യങ്ങളാണ് നിങ്ങൾ ഒരുക്കിയത്? നിങ്ങൾ വഴിയിലൂടെ കൊണ്ടു നടന്നു, മനഃപൂർവ്വം കൊലപാതകം നടത്തി. സന്ദീപാണോ കൊലപാതകം നടത്തിയത്? അതോ മെഡിക്കൽ ഫ്രട്ടേണിറ്റി ആണോ, ഡോക്ടർമാരാണോ? IMA അതിന് അടിവരയിട്ട് കൊടുത്തോ, നിർദ്ദേശം കൊടുത്തോ എന്നുള്ള സംശയം ഗൗരവമായി തന്നെ കേരളത്തിനുണ്ട്. അതിനുത്തരം പറയണം, വിശദീകരണം വേണം. കേരള സർക്കാർ അന്വേഷണം നടത്തണം. പാവം ഒരു കുട്ടിയെ ബലിയാടാക്കി, വാതിലടച്ചിട്ട് കൊടുത്തു കുത്താൻ, ഓടിക്കളഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഈ കുട്ടി വന്ന് പറയുന്നു, വന്ദന വന്ന് പറയുന്നു, അവിടെ ഇങ്ങനെ കുത്തുന്നു, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വന്ദനയും കുട്ടി അങ്ങോട്ട് പോയെന്നാണ് പറയുന്നത്. കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു, തള്ളിവിടുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ ഓടി വന്ന് കുത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പേടിച്ചോടി എന്നാണ് പറയുന്നത്. അത് തന്നെയല്ലേ ഡോക്ടർ വന്ദനയും ആദ്യം ചെന്ന് പറഞ്ഞത്? അവൻ കുത്തുകയാണ് പലരെയും. തിരിച്ചോടിയ മെഡിക്കൽ ഓഫീസർ കൂടെ ഉണ്ടായിരുന്ന ഈ കൊച്ചു പെൺകുട്ടിയെ പുറത്തിട്ട് കൊടുത്ത് അകത്ത് കയറി വാതിലടച്ച് കട്ടിലെടുത്ത് വാതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കി. ആർക്ക്? ഡോക്ടർ വന്ദനയ്ക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലോ? അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടോ അവിടെ ഉണ്ടായിരുന്നവർക്ക്? ഭീരുക്കൾ. അതോ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ആടുകയായിരുന്നു അവര്? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. കേരളത്തിന്റെ സംശയങ്ങളാണ്, സാധാരണക്കാരുടെ സംശയങ്ങളാണ്. പത്രമാധ്യമങ്ങളിലൂടെ IMA പറയുന്ന നിലപാട്, അന്താരാഷ്ട്ര സ്വാധീനമുള്ള നിലപാട്, സെൻസേഷണലായിട്ടുള്ള നിലപാട്, അതേ മുന്നോട്ട് പോകുകയുള്ളൂ. അതിന് റെഡിയായി നിൽക്കുകയാണ് സർക്കാർ. കൃത്യമായ ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം. ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പുറത്തു വരും. ഡോക്ടർ വന്ദന രക്തസാക്ഷിയാണോ എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. സീനിയർ ഡോക്ടർമാരുടെ ആഗ്രഹമനുസരിച്ച്, IMAയുടെ ആഗ്രഹമനുസരിച്ച് ആശുപത്രി സംരക്ഷണ നിയമം, അങ്ങനെയൊരു ഭീകര നിയമം, ആ നിയമം പാസാക്കിക്കുന്നതിന് വേണ്ടി ബലി കൊടുക്കപ്പെട്ടതാണോ ഡോക്ടർ വന്ദന എന്ന് സംശയമുണ്ട്. പുതിയ പാലം പണിയുമ്പോൾ ആദ്യത്തെ തൂണിന് ഒരാളെ അതിനുള്ളിലേക്കിട്ട് ബലി കൊടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണോ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്? നിരവധി ഡോക്ടർമാർ കൊലയാളികളുണ്ട്. ഡോക്ടർ കൊലയാളികൾ, രസത്തിന് വേണ്ടി കൊല്ലുന്ന ഡോക്ടർമാർ. ആ കഥകൾ ഞാൻ അടുത്ത ദിവസം പറയാം. ഇവരെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. ഏതായാലും കോലഞ്ചേരിക്കടുത്ത് കിഴക്കമ്പലത്ത് മാസ്ക് വെക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ച ആളും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം, വരാൻ പോകുന്ന നിയമപ്രകാരം കേസിലായിട്ടുണ്ട്, ജയിലിലാകും. തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വരാൻ പോകുന്ന നിയമം അനുസരിച്ച് ജയിലിലാകും. ഏറ്റവും പേടിക്കേണ്ട ഒരു സ്ഥലം ആശുപത്രിയായി ഒരിക്കൽ കൂടെ മാറുകയാണ്. രോഗികളെ ഭയക്കുന്ന ഡോക്ടർമാരോ, രോഗികളെ ജയിലിലാക്കിക്കുന്ന ഡോക്ടർമാരോ, ഇതെന്തൊരു കാലം! രോഗം പിടിക്കാതെ ജീവിക്കുക,
ആശുപത്രികളിലേക്ക് പോകേണ്ട ഗതികേട് വരാതെ ജീവിക്കുക. ആ വിവേകം നിങ്ങൾക്കുണ്ടാവാൻ, നിങ്ങളുടെ കണ്ണ് തെളിയാൻ ഈ സംഭവങ്ങൾ ഇടയാക്കണം. മറ്റൊന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുറേ നുണയുടെ ദിവസങ്ങളിൽ തിരുവല്ല ഭാഗത്തിനടുത്താണെന്ന് തോന്നുന്നു ഒരു വീട്ടിലേക്ക് ആരോഗ്യ പ്രവർത്തകർ കയറി ചെന്നു. ആ വീട്ടുകാരൻ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. അയാൾ മാസ്ക് വെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് നീങ്ങി നിന്ന് മാറി നിന്ന് സംസാരിക്കാൻ. വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടതാണ്. നിങ്ങളങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക. അപ്പം അയാൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് മാറി നിന്ന് സംസാരിക്കാനോ? നിങ്ങളൊക്കെ മാറി നിൽക്ക്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം. മുൻകാല പ്രാബല്യം കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ എടുക്കണം, കുറേ തവണ വാക്സിൻ എടുക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഒരു തർക്കമുണ്ടായാൽ നിങ്ങൾ ജയിലിലാണ്. നിങ്ങളെ പോലീസിനെ കൊണ്ട് ഇരുഭാഗത്തും പിടിപ്പിച്ച് വാക്സിൻ എടുത്തിട്ടേ അവർ പോകത്തുള്ളൂ. വരാനിരിക്കുന്ന ഭീകര ആരോഗ്യ ചതികളുടെ, ഭീകര നിയമങ്ങളുടെ തുടക്കവും സംരക്ഷണവുമാണ് ആശുപത്രി സംരക്ഷണ നിയമം. ഇത് ജനവിരുദ്ധമാണ്, അതിഭീകരമാണ്. സടകുടഞ്ഞെഴുന്നേറ്റ് സിവിൽ സൊസൈറ്റി ഈ ആശുപത്രി സംരക്ഷണ നിയമത്തെ എതിർത്തേ തീരൂ. അത്രയേറെ അപകടകരമായൊരു സാധനമാണ്. ഇപ്പോൾ തന്നെ അഹങ്കാരം മൂത്ത ആശുപത്രിക്കാരുടെ അഹങ്കാരത്തെ പെരുപ്പിക്കുന്നതും രോഗികൾക്ക് സുരക്ഷയില്ലാതെയുമാക്കുന്ന അത്യന്തം അപകടകരമായ ജനാധിപത്യ വിരുദ്ധമായ നിയമമാണ്. ജാഗ്രതയോടെ ജനകീയമായ ശബ്ദമുയർത്തുക. നന്ദി, നമസ്കാരം.